പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് 23 ശനിയാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായം 36-ാമത്തെ വാക്യം. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു ദ്രവ്യത്വം കണ്ടു. ഈ വചനത്തിൽ വളരെ ശക്തമായ ഒരു ആത്മീയ സത്യമുണ്ട്. ദാവീദ് വലിയ രാജാവായിരുന്നു, വീരനായകനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. എന്നാൽ ദൈവം അവനെക്കുറിച്ച് ഓർക്കുന്നത് അവൻ്റെ വിജയങ്ങളാലോ സമ്പത്തുകളാലോ അല്ല, ദൈവഹിതം ചെയ്തു എന്ന വാക്കുകൊണ്ടാണ്. ദാവീദിൻ്റെ ജീവിതം പൂർണ്ണമായിരുന്നില്ല. അവൻ തെറ്റുകളും വീഴ്ചകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ഹൃദയം ദൈവത്തോട് ചേർന്നിരുന്നു. ദൈവം ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ദൈവം അവനെ തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് വിളിച്ചത്. ഇന്ന് നാമും ഒരു തലമുറയിലാണ് ജീവിക്കുന്നത്. ദൈവം നമ്മെ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വെച്ചിരിക്കുന്നത് ഒരു ലക്ഷ്യത്തോടെയാണ്. ഓരോരുത്തർക്കും ദൈവം ഓരോ ദൗത്യം നൽകിയിട്ടുണ്ട്. ദൈവം നമ്മോട് ചോദിക്കുന്നത് വലിയ കാര്യങ്ങളെക്കാൾ ഉപരി ദൈവം നൽകിയതായ ദൗത്യത്തിൽ വിശ്വസ്തയോടുകൂടിയുള്ള പ്രവർത്തനത്തെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ആളുകൾ നമ്മെക്കുറിച്ച് എന്താണ് പറയുക? അവൻ വലിയ പദവിയിലെത്തിയവനായിരുന്നുവെന്നോ, അവൻ ധാരാളം പണം സമ്പാദിച്ചു എന്നോ, അതോ അവൻ ദൈവഹിതം ചെയ്തവനായിരുന്നു എന്നാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടതുണ്ട്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവഹിതം നിവർത്തിച്ചു. അവൻ തൻ്റെ സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ അടുത്ത തലമുറയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇന്നും ദൈവം നമ്മെ വിളിക്കുന്നത് നമ്മുടെ തലമുറയിൽ വെളിച്ചമായി ജീവിക്കാനാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിച്ച് വെളിച്ചമായി പരിണമിക്കുക എന്നത് നമ്മുടെ ദൗത്യമത്രേ. ഇന്നത്തെ ലോകത്തിൽ പലരും സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവമക്കളാകട്ടെ ദൈവഹിതം അന്വേഷിക്കുന്നവരായിരിക്കണം. യേശു തമ്പുരാൻ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ഞാൻ നിവർത്തിക്കുന്നത് എന്നായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥ വിജയ ജീവിതം ദൈവഹിതം നിറവേറ്റുന്നതിലാണ്. നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം വളരെ ചെറുതാ. എന്നാൽ ദൈവഹിതം ചെയ്തതായ ജീവിതം നിത്യഫലം ഉണ്ടാക്കും. ഒരു ദിവസം നാം ഈ ഭൂമിയിൽ നിന്ന് പോകും. പക്ഷേ നമ്മുടെ വിശ്വാസവും സേവനവും സാക്ഷ്യവും അടുത്ത തലമുറയെ സ്വാധീനിക്കുവാൻ ഇടയായിത്തീരണം. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, എൻ്റെ ജീവിതം നിന്റെ ഹിതത്തിനായി ഉപയോഗിക്കണമേ. ഞാൻ ജീവിക്കുന്ന തലമുറയിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നവനായി എന്നെ മാറ്റണമേ. ഓർമ്മിക്കാം, ഈ ചെറിയ സന്ദേശം: ദൈവഹിതം ചെയ്ത ജീവിതം ഒരിക്കലും വെറുതെ ആകില്ല. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം നിന്റെ ഹിതത്തിനായി ഉപയോഗിക്കണമേ. ദാവീദിനെ പോലെ ഞങ്ങളുടെ തലമുറയിൽ വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിന്നെ മഹത്വപ്പെടുത്തുന്നതായി തീരട്ടെ. നിന്റെ ഇഷ്ടം തിരിച്ചറിയാനും അതിൽ നടക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.